ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അതിൽ ഓൾജിബ്രാക് എക്സ്പ്രഷൻ എഴുതാനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾജിബ്രാക് എക്സ്പ്രഷൻ എഴുതാൻ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഒരു 3-4 വീഡിയോസ് മുമ്പ് നമ്മൾ പഠിച്ചായിരുന്നു. ഫോർമുല എന്നായിരുന്നു? എക്സ് എൻ ഇസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി. ഓർക്കുന്നില്ലേ? വേർ എ ഇസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ആണ്, സി ഡി കോമൺ ഡിഫറൻസ് ആണ്. ബി ഇസ് ഈക്വൽ ടു എഫ് മൈനസ് എ എന്ന്, അതായത് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് എന്നൊക്കെ വെച്ച് നമ്മളിത് എഴുതിയായിരുന്നു. അപ്പം നമുക്ക് പുതിയൊരു ഫോർമുല, അതായത് രണ്ടെണ്ണം ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ രണ്ടെണ്ണം വെച്ച് വേണമെങ്കിലും ചെയ്യാവേ. ദാറ്റ് ഈസ് എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് എ. അതായത് നമ്മൾക്കിവിടെ എക്സ് എൻ ഇസ് ഈക്വൽ ടു എ എൻ എന്ന് എഴുതിയില്ലേ? എ എന്ന് പറയുന്നത് നമ്മൾ എന്നാ എഴുതിയത്? കോമൺ ഡിഫറൻസ് എന്നാണ് ഇവിടെ എടുത്തത്. ഇത് തന്നെ സെയിം തന്നെയാണ്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കോമൺ ഡിഫറൻസ് ആണ്, കോമൺ ഡിഫറൻസ് ആണ്. പിന്നെ ബിക്ക് പകരം നമ്മൾ എന്നാ എഴുതി? എഫ് മൈനസ് എ. എഫ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്നതാണ്. ഇവിടെ നമ്മളെങ്ങനെ ബി കണ്ടുപിടിച്ചത്? ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പം ഈ ഫോർമുല വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ഈ ഫോർമുല വെച്ച് വേണമെങ്കിലും ചെയ്യാം. ചില സ്കൂളിലൊക്കെ മിസ്സുമാർ ഇതാണ് ഉപയോഗിക്കുന്നത്, ചിലർക്ക് ഇതായിരിക്കും ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. രണ്ടും ചെയ്താൽ സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. പഠിക്കണം കേട്ടോ. ഈ ഫോർമുല പഠിച്ചു വെക്കണം. ഏതിനു വേണ്ടിയുള്ളതാണ്? നമ്മുടെ ഓൾജിബ്രാക് എക്സ്പ്രഷൻ എഴുതാൻ പറയുമ്പം, അതായത് അരിത്തമെറ്റിക് സീക്വൻസ് വരുമല്ലോ, എന്നിട്ട് ഓൾജിബ്രാക് എക്സ്പ്രഷൻ എഴുതാൻ പറയുമ്പം ഞാൻ എ എൻ പ്ലസ് ബി അല്ലെ ഡി എൻ പ്ലസ് എഫ് മൈനസ് എ. ഡി കോമൺ ഡിഫറൻസ് ആണ്. എൻ പോലെ തന്നെ എടുക്കുക. എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേം, നമ്പർ ഓഫ് ടേംസ് നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ എൻ്റെ എക്സാമ്പിൾ കാണിക്കുന്നത്. 19, 28, 37. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുവാണ്, ഇതെല്ലാം കളയുവാണ്. നമ്മളോട് പറഞ്ഞിരിക്കുവാണ് ഇതിൻ്റെ എന്ത് എഴുതാനാണ്? ഓൾജിബ്രാക് എക്സ്പ്രഷൻ എഴുതാൻ. നിങ്ങൾക്ക് ഇത് രണ്ട് വെച്ച് ഞാൻ എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിത് വേണമെങ്കിൽ, ഇത് രണ്ടെണ്ണം എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? അടുത്തടുത്തുള്ള രണ്ട് ടേംസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ 28 ഞാൻ 19 കുറയ്ക്കുവാണ് 9. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? 9 കിട്ടി. ഇനി ഈ ഫോർമുല വെച്ചൊന്ന് ഞാൻ ചെയ്ത് കാണിക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒന്നേ ചെയ്താൽ മതി കേട്ടോ. ഇത് രണ്ടും കിട്ടുമെന്ന് കാണിക്കുകയാണ്. എക്സ് എൻ ഇസ് ഈക്വൽ ടു എ എൻ. എ എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? നമ്മുടെ കോമൺ ഡിഫറൻസ് 9n പ്ലസ് നമ്മൾ ബി കണ്ടുപിടിക്കണം. ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബി ഇസ് ഈക്വൽ ടു എഫ് മൈനസ് എ. ഫസ്റ്റ് ടേം, ഫസ്റ്റ് എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ നിന്ന് നമ്മൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? 9 കുറച്ചു, അപ്പം 10. അപ്പം എന്തെഴുതി ഇവിടെ? 9n പ്ലസ് 10 എന്ന് ഈ രീതി കിട്ടി. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇനി ഇതേപോലെ എഴുതിയാൽ കിട്ടുമെന്ന് നോക്കാം. ഇതിനകത്ത് ചെയ്ത് നോക്കിയാൽ എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി, ഇവിടെ തന്നെ കോമൺ ഡിഫറൻസ് 9n പ്ലസ് സെയിം സാധനം തന്നെയാണ്. എഫ് എത്രയാണ്? 19. ഫസ്റ്റ് ടൈം എ എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് 9, ദാറ്റ് ഈസ് എക്സ് എൻ ഇസ് ഈക്വൽ ടു 9n പ്ലസ് 10 കേട്ടോ. ഈ രണ്ട് രീതിയിൽ ചെയ്താൽ സെയിം ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമുല വെച്ച് ചെയ്യുക. ഇഷ്ടമുള്ളതെന്നല്ല, നിങ്ങളുടെ മിസ്സുമാർ എന്താണ് പ്രിഫർ ചെയ്യുന്നത് അത് വേണം നിങ്ങൾ ചെയ്യാൻ. ഈ രണ്ട് ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ വേറൊരു എക്സാമ്പിളൂടെ കാണിക്കാവേ. വേറൊരു എക്സാമ്പിൾ നമുക്കൊരു ഫ്രാക്ഷൻ്റെ ചെയ്താലോ. 1/2, 3/4, 1. ഇതിങ്ങനെ പോവാണ്. ഇതിൻ്റെ ഓൾജിബ്രാക് ഫോം ഞാൻ ഇതായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. എഴുതാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അടുത്തടുത്തുള്ള രണ്ട് ടേംസ് തമ്മിൽ സബ്ട്രാക്ട്. അപ്പോൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം, ഒരിക്കലും ഫസ്റ്റ് ടേമിൽ സെക്കൻഡ് ടേം സബ്ട്രാക്ട് ചെയ്യരുത് കേട്ടോ. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്തു 1/2. ഓക്കെ, ഇതിങ്ങനെ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ മക്കളെ? ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ സബ്ട്രാക്ഷൻ വേണമെങ്കിൽ, അഡീഷൻ സബ്ട്രാക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ എന്ത് വേണം? അവിടെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ ഒന്നിൻ്റെത് 4, അടുത്തതിൻ്റെ 2. നമുക്ക് അങ്ങനെ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവരെ സെയിം ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ എൽസിയം എടുത്ത് ചെയ്യുക. ഞാനിപ്പോൾ ക്രോസ് ചെയ്യാം, അതായിരിക്കും എപ്പോഴും എളുപ്പം. ഇത് ഇങ്ങോട്ട്, ഇവർ തമ്മിൽ ഇങ്ങോട്ട്, ഇവർ തമ്മിൽ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ മൾട്ടിപ്ലൈ ചെയ്ത് 3 × 2 6. സൈൻ ശ്രദ്ധിക്കണം ഇടയ്ക്കത്തെ. 4 × 1 4, പിന്നെ ഇവിടെ 4 × 2 8. സബ്ട്രാക്ട് ചെയ്തേ. അപ്പോൾ എത്ര വന്നു? 2/8. 2/8 നമുക്ക് ചെറുതാക്കാൻ പറ്റില്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര വരും ആൻസർ? 1/4. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 1/4. അപ്പം നമ്മൾ ഫോമിൽ എഴുതാൻ പോവാണ്. ഓൾജിബ്രാക് എക്സ്പ്രഷൻ എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എത്രയാണ്? 1/4n പ്ലസ് ഫസ്റ്റ് ടേം എത്രയാണ് മക്കളെ? 1/2
മൈനസ് കോമൺ ഡിഫറൻസ് എത്രയാണ് 1/4. തീർന്നോ? കാൽക്കുലേഷൻ തീർന്നോ? ഇല്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 n മേളിലാണ് കിടക്കുന്നത് പ്ലസ്. ഇനി ഇവരെ എന്ത് ചെയ്യണം? സബ്ട്രാക്ഷൻ ആണ്, ഇതും ഫ്രാക്ഷൻ ആയിട്ട് കിടക്കുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇവരുടെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. സെയിം പോലെ തന്നെ നമ്മൾ മുമ്പേ ചെയ്ത പോലെ ഇങ്ങോട്ട് ഇവര് തമ്മിൽ എത്രയാ? 4 × 1 4 മൈനസ് 2 × 1 2 ബൈ ഇവര് തമ്മിൽ 4 × 2 8. എൻ്റെ കാൽക്കുലേഷൻ മേളിലോട്ടാണ്. ഇത്ര വരുന്നതെന്ന് വിചാരിച്ചില്ല, അല്ലേ? നമുക്ക് ഇച്ചിരി ചെറുതാക്കി എഴുതായിരുന്നു അല്ലേ? അപ്പോൾ ഇസ് ഈക്വൽ ടു 1/4 n പ്ലസ് എത്ര വന്നു? 4 - 2 എത്രയാ? 2/8 അല്ലേ? ഇതിനെ ചെറുതാക്കാമേ അല്ലേ? എത്രയാ? 2 കൊണ്ട് തന്നെ 1/4. അപ്പോൾ ആൻസർ ഇപ്പം എന്നാ വന്നു? 1/4 n പ്ലസ് 1/4 ആണോ? ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുമോ? നോക്കി, എന്തെങ്കിലും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുമല്ലോ. ഇവിടെ 1/4 ഉണ്ട്, ഇവിടെ 1/4 ഉണ്ട്. അപ്പോൾ ഒന്ന് കോമൺ ആയിട്ട് 1/4 എടുത്ത് വെളിയിൽ 1/4 എടുത്തു. നമ്മൾ ഇതാണ് ശരിക്കും ഇത്, പക്ഷെ എന്നാലും നമ്മളതൊരു അറേഞ്ച് ചെയ്ത് എഴുതണ്ടേ കേട്ടോ. അതിൻ്റെതായ ഭംഗി വേണ്ടേ. ഇങ്ങനെ എഴുതിയാൽ മാർക്കൊക്കെ കിട്ടും. എന്നാലും അതിന് ഫൈനൽ ആൻസർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്നാ ഉണ്ട്? 1/4 ഉണ്ട്. 1/4 വെളിയിൽ എടുത്തു. ഇവിടുന്ന് 1/4 പോയി കഴിഞ്ഞാൽ പിന്നെ ആരേ ഉള്ളൂ? n പ്ലസ് സൈൻ പ്ലസ്. ഇവിടുന്ന് 1/4 പോയി. ഇവിടെ വല്ലതും ഉണ്ടോ? അപ്പൊ നിങ്ങൾ പറയാം 0 ആണ്. 0 അല്ല, അവിടെ പിന്നെ ഇനി എന്നാ ഉള്ളത്? 1 ആണുള്ളത്. കണ്ടോ? അപ്പൊ നമുക്ക് എഴുതാം നമ്മുടെ ഫോമിലെ x എന്നാണ് തുടങ്ങുന്നത്. ഇപ്പൊ എന്നാ എഴുതാം? ഒന്നി 1/4 n + 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ n+1/4. കണ്ടോ? ഈ 1 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് താഴെ വരും. മനസ്സിലായി? ഇങ്ങനെ എഴുതിയാലും മതി. n+1/4. മനസ്സിലായല്ലോ മക്കളെ? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ പഠിച്ചില്ലേ? ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിളൂടെ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് മറ്റേത് വരുവാണെങ്കിൽ എളുപ്പം. സാധാരണ ഹോൾ നമ്പേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ, ഇൻറ്റിജേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ എളുപ്പം. സാധാരണ സംഖ്യകൾ വന്നാൽ എളുപ്പം. ചില ഫ്രാക്ഷൻ വരുമ്പോൾ മാത്രം നിങ്ങളൊന്ന് ആ ഫ്രാക്ഷൻ ഒന്ന് ശരിയാക്കാനുള്ള പരിപാടി, അത്രയേ ഉള്ളൂ. 5/6 ഒരെണ്ണം കൂടെ 7/6. ആദ്യം നമ്മൾ എന്നാ കാണും? കോമൺ ഡിഫറൻസ്. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്തു. ഇവിടെ ഒരുപോലാണോ? അല്ല, ഡിനോമിനേറ്റർ വ്യത്യാസമാണ്. LCM വേണമെങ്കിൽ LCM വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇവരിങ്ങോട്ട് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ. അപ്പം എത്ര വരും? 10 - 6/12. അപ്പം എത്ര ഇത് വരുന്നത്? 4/12. ഇതിന് വെട്ടാമല്ലോ 3 അല്ലേ? ആൻസർ എത്ര? അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 1/3. ഇനി നമ്മുടെ ഫോമുല എഴുതാൻ പോവാണ്. xn = xn. അപ്പം നിങ്ങൾ എപ്പോഴും എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾ ആ ഫോമുല ആദ്യം എഴുതിയിടുക. അതിന് മാർക്കുണ്ട്. അപ്പം നമ്മൾ ഏതാ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്? നമ്മളിപ്പം dn + f - a ആണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് 1/3n പ്ലസ് ഫസ്റ്റ് ടേം എത്രയാ? 1/2 മൈനസ് നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 1/3 സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവിടെ 1/3n ഉണ്ട്. മുമ്പത്തെ പോലെ ഇവിടെ എന്ത് ചെയ്യണം മക്കളെ? കോമൺ ഡിഫറൻസ് ഇവരുടെ ഡിനോമിനേറ്റർ വ്യത്യാസമാണ്. ഒരുപോലെ ആക്കണ്ടേ? ഒരുപോലെ ആക്കുന്നത് എങ്ങനെയാ? നമുക്കറിയാം ഒരുപോലെ ആക്കാൻ അല്ലേ? എന്നാ നമ്മൾ ചെയ്യും. ഓക്കെ, 1 × 3 3 മൈനസ് ആ സൈന് 1 × 2 2 ബൈ 3 × 2 6. താഴെ ഡിനോമിനേറ്റർ ആണ് മൾട്ടിപ്ലൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3n പ്ലസ് സബ്ട്രാക്ട് ചെയ്തേ 1/6 ആണോ? 1/6 എന്ന് കിട്ടി. ഇനി ഓക്കെ, ഇതിനകത്തുനിന്ന് വല്ലതും കോമൺ ആയിട്ട് എടുക്കാവോ? എടുക്കാം. ഒരു 1/3 കോമൺ ആയിട്ട് എടുക്കാം. അതായത് 1/3 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1/6 കിട്ടുന്നത്. 3 × 2 6 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് കോമൺ ആയിട്ട് ആരെ എടുക്കാം? 1/3 വെളിയിലെടുത്തു. ബാക്കി ഇനി ഇവിടെ ആരുണ്ട്? n പ്ലസ് ഇവിടുന്ന് 1/6 ആയിരുന്നു, ഇവിടെ 1/6 ആ. ആരെ വെളിയിലെടുത്തു? ഞാനിത് വെളിയിലെടുക്കാൻ കാരണം 3യുടെ മൾട്ടിപ്പിൾ ആണ് 6. 3 × 2 ആണ് 6. അതുകൊണ്ടാണ് 1/3 വെളിയിലെടുത്തത്, അല്ലെങ്കിൽ എടുക്കത്തില്ലായിരുന്നു കേട്ടോ. ഇവിടെ 3യുടെ മൾട്ടിപ്പിൾ ആണ് 6. അപ്പോൾ 3 വെളിയിൽ പോയി കഴിഞ്ഞാൽ ബാക്കി വെളിയിൽ 1 ഉണ്ട്. ബാക്കി താഴെ എത്രയുണ്ട്? ഇവിടെ ഇത് കണ്ടോ? ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇതിനെ വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഒന്നും കൂടെ ഫ്രാക്ഷനിലാക്കാം. ഓക്കെ, ഒന്ന് നോക്കട്ടെ. 1/3 ഇവിടെ n-ന്റെ അടിയിൽ
വേണ്ട വേണ്ട, നമുക്ക് ഇവിടുന്ന് ചെയ്തേക്കാം. എന്തിനാ ഇവിടെ വെളിയിൽ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഒന്ന് ഡിനോമിനേറ്റർ സെയിം ആക്കാം, അതായിരിക്കും നല്ല. പിന്നെ അപ്പുറത്ത് പോയിട്ട് പിന്നെ ഒത്തിരി പ്രശ്നമുണ്ടാകും. ഇവിടെ എന്താണ്, ഇവിടെ 3, ഇവിടെ 6. ഇവിടെ ഞാൻ ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോകും ഒരുപോലെ ആക്കാൻ വേണ്ടി. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 6 × 1n 6n പ്ലസ് 3 × 1 3 ബൈ 6 × 3 18 അല്ലേ. ഇനി ഇതിനകത്ത് നല്ല വെളിയിലെടുക്കാം. മേളിൽ നിന്ന് 3 വെളിയിലെടുക്കാം. 3 വെളിയിലെടുത്തു. ബാക്കി ആരുണ്ട് ഇവിടെ? ഇവിടെ 6 ആണ്. 3 പോയി കഴിഞ്ഞാൽ 3 × 2 ആണ് 6. 3n 3 പോയി. ഇനി അവിടെ എന്താ ഉള്ളത്? 1. അടിയിൽ താഴെ ആരുണ്ട്? 18. ഇതിൽ തന്നെ വിട്ടു 6 18. ദാറ്റ് ഈസ് 2n + 1/6. അതായത് ഇവിടുത്തെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് xn = 2n + 1/6. മനസ്സിലായത്? ഇവിടെ നമ്മൾ ഇവിടെ വരെ ചെയ്തില്ലേ? n/3 + 1/6 വരെ വന്നില്ലേ? ഞാൻ 1/3 അങ്ങ് വെളിയിൽ എഴുതാണ്, അതിൻ്റെ ആവശ്യമില്ല. അതിലും നന്നായിട്ട് നമുക്ക് ഇവിടെ ആദ്യം ഡിനോമിനേറ്റർ അങ്ങ് സെയിം ആക്കാം. എങ്ങനെ സെയിം ആക്കിയത്? നമ്മൾ സെയിം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. 6n + 3/18. ഇനി ഇതിനകത്തുനിന്ന് കോമൺ ആയിട്ട് വെളിയെടുക്കാൻ പറ്റുന്നത്, അതായത് 6 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 3 വെളിയിലെടുത്താൽ ഇവിടെ 2 വരും. 3 × 2 ആണ് 6. 3 വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ മുമ്പ് പറഞ്ഞ 0 അല്ല വരുന്നത്, 1 ആണ്. അത് /6 പിന്നെ വെട്ടി ഇത്ര ആക്കിയെന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്, ഞാനത് ചെയ്ത് കാണിച്ചതാണ്. ഫ്രാക്ഷൻ വരുമ്പം ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ മക്കളെ, ഇതൊന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പം D കാണണം, F കാണണം, അങ്ങനെ F തന്നിട്ടുണ്ടായിരിക്കും, D കാണണം, അങ്ങനെയൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ ആ നമ്മുടെ എക്സ്പ്രഷൻ ഏതാണ്? dn + f - a എന്നാണ് നമ്മുടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. അപ്പോൾ അതിനകത്ത് D കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മുടെ എക്സ്പ്രഷനകത്തോട്ട് എഴുതി കൊടുക്കുക. ഇതാണ് xn = dn + f. അതായത് D കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഒരു ഭാഗം കൂടെ നമ്മൾ കാൽക്കുലേഷൻ വേണം. അതായത് f - a ഫസ്റ്റ് ടേമിന് കോമൺ ഡിഫറൻസ് കുറച്ചിട്ട് വേണം ഇവിടെ എഴുതാൻ. അപ്പോൾ അതിനകത്ത് നമ്മൾ അതൊന്നും അറേഞ്ച് ചെയ്യാൻ വേണ്ടി ചിലപ്പം സംഖ്യകൾ വെളിയിൽ എടുക്കേണ്ടി വരും. ഇതുപോലൊക്കെ ഇതുണ്ടല്ലേ, ഇതുപോലൊക്കെ കോമൺ വെളിയിൽ എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ. ഇപ്പം ഇത്ര ഇങ്ങനെ വെച്ച് എഴുതിയാലൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മളതൊന്ന് അറേഞ്ച് ചെയ്ത് ഫൈനലൊരു ലുക്കിലേക്ക് കൊണ്ടുവരണം. ഓക്കെ മക്കളെ, അതിന് മാർക്കുണ്ട് കേട്ടോ. ഇങ്ങനെ ഫൈനലായിട്ട് ഇത്ര എഴുതുന്നതിന് മാർക്കുണ്ട്. ഇത്രയും വരെ എഴുതി തീർത്താൽ ഫുള്ള് കിട്ടണമെന്നില്ല. അപ്പം നമ്മൾ ഫൈനലായിട്ട് എഴുതി തീർക്കണം. അത് നിങ്ങൾ കുറേ ചെയ്ത് നിങ്ങൾ പഠിക്കും ഇതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ മക്കളെ, വീഡിയോസ് 2 പ്രാവശ്യം കാണാം, എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. എളുപ്പമായിരിക്കും കേട്ടോ. താങ്ക് യു.